പ്രസന്റ് ചെയ്ത ആദ്യത്തെ ഭാഗം പ്രസന്റ് ചെയ്ത ആദ്യത്തെ ഭാഗം ക്ലാസ് എടുത്ത നമ്മുടെ ശ്രീ VC ബാലകൃഷ്ണൻ തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോ VCക്കും അതുപോലെ ഈ ക്ലാസ് കേൾക്കാൻ ഇവിടെ ഭയങ്കര ഇടിയും ഇതൊക്കെയാണ് കേട്ടോ. അതാണ് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് കേൾക്കുന്നത്. പിന്നെ ക്ലാസ് കേൾക്കാൻ വന്നിട്ടില്ല മുഴുവൻ ആൾക്കാർക്ക് ഇപ്പൊ 70-70 മേലെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2-3 പേര് എക്സിറ്റ് ആയതാണ്. മുഴുവൻ ആൾക്കാർക്കും ഇപ്പൊ ഒരുപാട് പേര് നോക്കിയാൽ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും വന്നതിന് വളരെ നന്ദി, സന്തോഷം. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. VCയെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട അതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇത് വളരെ സാങ്കേതികമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സെഷനാണ്. പക്ഷെ അത്രമാത്രം അല്ലെങ്കിൽ സങ്കീർണമായ സങ്കേതം ഞാൻ ഉപയോഗിക്കുന്നില്ല. സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ വേറൊരു ആംഗിളിലാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. അപ്പൊ അധികം ടെക്നിക്കൽ സെഷൻ ആണെങ്കിലും അധികം ടെക്നിക്കൽ ഇതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ഈ സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ഒരാളെ ഒരു സസ്യ വർഗീകരണ ശാസ്ത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാസ്പർ ബോഹിൻ എന്ന് പറയുന്ന സസ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പൈനക്സ് തിയാട്രി ബൊട്ടാണിക്കി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രധാനമായും ലിനേയസ് ഈ കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് അതില് പല സസ്യങ്ങളുടെയും ജനുസിന്റെ പേര് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാസ്പേർഡ് ബോഹിനും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ സസ്യവർഗീകരണത്തിൽ പഠിക്കാനുണ്ട്. നമുക്കറിയാം ബോഹിൻ എന്ന് പറയുന്നത് നമ്മുടെ ബൊഹീനിയ എന്ന് പറയുന്ന മന്ദാരത്തിന്റെ ഒക്കെ ജനുസിൽ വരുന്ന അതിന് പേരിട്ടത് ഈ ബോഹിൻ എന്ന് പറയുന്ന സസ്യവർഗീകരണ ശാസ്ത്രജ്ഞനോടുള്ള ആദര സൂചകമായിട്ടാണ് അതിന്റെ ജനുസ് അറിയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു ശാസ്ത്രീയമായ പേര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ശാസ്ത്രനാമം പറയുന്ന സമയത്ത് 2 ഭാഗം ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തേത് ജനറിക് നെയിം അല്ലെങ്കിൽ ജീനസ് നാമം അല്ലെങ്കിൽ ജനുസ് നാമം. രണ്ടാമത്തേത് സ്പീഷീസ് നാമം എന്നാണ് പറയാറ്. സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയും. ഏകദേശം ഇതിന് സമാനമായ രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറുന്തോട്ടിയുടെ വിവിധ സ്പീഷീസുകൾ, ഇതുപോലെ അതിബല, നാഗബല, അങ്ങനെ ബല എന്നുള്ള ഒരു കോമൺ പേര് നിലനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു വിശേഷണം പദം ഉപയോഗിച്ചിട്ടുണ്ടായി. ഇന്ന് പ്രചാരത്തിലുള്ള ജീനസ് നാമങ്ങൾ പല വിധത്തിൽ രൂപം കൊണ്ടതാണ്. ഒരുപാട് ജീനസുകൾക്ക് സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ നിന്നും അതിന്റെ ജനുസ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാൾ ലിനേയസിനെ കുറിച്ചുള്ള അധികം പറയുന്നില്ല, നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഒരു സസ്യത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടതാണ്. വേരുണ്ടായിരിക്കും, തണ്ടുണ്ടായിരിക്കും, ഇലകളുണ്ടായിരിക്കും, ഇലഞ്ഞെട്ടുണ്ടായിരിക്കും, ഇല ശാഖയോട് ചേരുന്ന ഭാഗത്തിന് നോഡ് എന്ന് പറയും. അതുപോലെ ഇലയുടെ തണ്ട്, പൂവ്, ഇലകൾ തന്നെ പല രീതിയിലുള്ള വിന്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് പൂക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെയാണ്. അപ്പൊ ഇലകളുടെ വിന്യാസം എന്ന് പറയുന്നത് സിമ്പിൾ ലീഫായിട്ട് കാണാറുണ്ട്, ഒറ്റ ഇലയായിട്ട്. അതുപോലെ തന്നെ സംയുക്ത പത്രമായിട്ട്, കോമ്പൗണ്ട് ലീഫായിട്ടും നമ്മൾ പറയാറുണ്ട്. അതൊന്ന് ഓടിച്ചു പോകുകയാണ്. അതുപോലെ തന്നെ ഇലകളുടെ വിന്യാസം, അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ്. അതായത് 2 ഇലകൾ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഇരുഭാഗത്തേക്ക് മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കും. അതിനാണ് ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മലയാളം കൊടുത്ത് തെറ്റിപ്പോയതാണ്. ഏകാന്തര ക്രമത്തിലുള്ള, അത് ഒരു നോഡിൽ നിന്ന് ഒരില മാത്രം കാണുന്നതിനാണ് നമ്മൾ ഏകാന്തര വിന്യാസം എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയും. സമ്മുഖമായിട്ടുള്ള അല്ലെങ്കിൽ
സ്ഥലത്ത് തന്നെ ഒരു നോഡിൽ നിന്ന് രണ്ട് ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കുന്ന രീതിയിൽ നമ്മളതിന് ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സമൂഹ വിന്യാസം എന്ന് പറയും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അല്ല ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തന്നെ 4 അല്ല അതിലധികമോ ഇലകളും ഉണ്ടാകാറുണ്ട്. അതിന് ഓൾഡ് അറേഞ്ച്മെന്റ് എന്നാണ് പറയാറ്. ഞാനധികം സാങ്കേതിക അധികം ഉണ്ട്. നമ്മൾ സാധാരണ നോക്കുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് 2 അറേഞ്ച്മെന്റ് നമ്മൾ വളരെ പ്രത്യേകിച്ച് നോക്കാൻ പറ്റും. അതിൽ നമ്മളെ ഈ ചെക്കിയുടെ ഒക്കെ കുടുംബമാണെങ്കിൽ ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സമൂഹ വിന്യാസമായിരിക്കും ഉണ്ടാവുക. മറ്റു പലതിനും ഏകാന്തര ക്രമത്തിലുള്ള വിന്യാസമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഫീൽഡിൽ സസ്യങ്ങളെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു ലീഫിന്റെ അറേഞ്ച്മെന്റ്, ഇലകളുടെ വിന്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കുടുംബം കണ്ടെത്തുന്നതിലും അല്ലെങ്കിൽ മറ്റ് അതിന്റെ വർഗീകരണത്തിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലകളെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇലകൾ, അതുപോലെ തന്നെ ഈ സിമ്പിൾ ലീഫും അതുപോലെ കോമ്പൗണ്ട് ലീഫും എന്ന് പറയാറുണ്ട്. അതായത് ഒറ്റ ഇലയായിട്ടുള്ള നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയും. അതിന്റെ തന്നെ ആകൃതിയിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതുപോലുള്ള ഈ പാരിപ്പിന്നേറ്റ് എന്ന് പറയുന്ന സമപിച്ഛക ഇലകൾ ആണെങ്കിൽ പാരിപ്പിന്നേറ്റ് അത് 2 ഭാഗത്തും ഒരു തണ്ടിന്റെ 2 ഭാഗത്തും ഒരേപോലെ ആയിരിക്കും ലീഫ്ലെറ്റ്സ് അല്ലെങ്കിൽ പത്രകങ്ങൾ ഉണ്ടാവുക. അത് ഇരട്ട സംഖ്യയിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ഇംപാരിപ്പിന്നേറ്റും പെയർ ചെയ്യാത്തത് എന്നുള്ള അർത്ഥത്തിൽ അത് ഒറ്റ സംഖ്യയിലായിരിക്കും അതിന്റെ ലീഫ്ലെറ്റ് അല്ലെങ്കിൽ സഹപത്രങ്ങൾ അവസാനിക്കുക. പിന്നെ അത് തന്നെ ബൈപ്പിന്നേറ്റ് എന്ന് പറയും. അത് ഒരു മെയിൻ തണ്ടിൽ നിന്ന് വീണ്ടും ഇരുഭാഗങ്ങളിലേക്കും ചെറിയ തണ്ടുകൾ പോയിട്ട് അതിലായിരിക്കും ലീഫ്ലെറ്റ്സ് ഉണ്ടാവുക. അതിന് ബൈപ്പിന്നേറ്റ് ലീഫ് അല്ലെങ്കിൽ ദ്വിപിച്ഛകം എന്ന് പറയും. അത് തന്നെ ചിലതിന് മുരിങ്ങയിലയൊക്കെ ആണെങ്കിൽ ഒരു മെയിൻ തണ്ട്, പിന്നെ വീണ്ടും അതിൽ നിന്ന് തണ്ടുകൾ, വീണ്ടും അതിൽ നിന്ന് തണ്ടുകളും ഉണ്ടായിരിക്കും. അതിനെ ട്രൈപ്പിന്നേറ്റ് എന്ന് പറയും. പിന്നെ സാധാരണ ഇലകൾ തന്നെ യൂണിഫോളിയേറ്റ് ഒറ്റ ഇലയായിട്ടുള്ളത്, ബൈഫോളിയേറ്റ് 2 ഇലകളുള്ളത്, ട്രൈഫോളിയേറ്റ് എന്ന് പറയുന്ന 3 ഇലകൾ, മീൻസ് ഒരു ഇലയിൽ 3 സഹപത്രങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ക്രോട്ടലേറിയ എന്ന് പറയുന്ന, നമ്മൾ മടുക്ക എന്നൊക്കെ പറയുന്ന, മഞ്ഞക്കിലിക്ക് എന്നൊക്കെ പറയുന്നതിലൊക്കെ ഇതായിരിക്കും സാധാരണ ഉണ്ടാവുക. അതുപോലെ മൂവിലയിലൊക്കെ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് ഉണ്ടാക്കുക. അതുപോലെ ക്വാഡ്രിഫോളിയേറ്റ് എന്ന് പറയുന്ന ഒന്നിൽ തന്നെ 4 സഹപത്രങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്ന് പറയുന്ന പുളിയാറിലയിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള പലതരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാകുക. പലതരത്തിലുള്ള ഇലകളായിരിക്കും നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും വിശദീകരിച്ചതൊന്നും ബൈപ്പിന്നേറ്റ് ലീഫിന്റെ അനാട്ടമി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇതായിരിക്കും. ഒരു തണ്ട്, അതിന് ഇലഞ്ഞെട്ടിന് നമ്മൾ പത്രവൃന്ദം അല്ലെങ്കിൽ പീറ്റ്യൂൾ എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ ഇലയുടെ ഇലത്തണ്ടിന്റെ അഗ്രഭാഗം കുറച്ച് വണ്ണം കൂടിയതായിരിക്കും. ആ ഭാഗമാണ് ശാഖയോട് ചേരുന്നത്. അതിന് പൾവിനസ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇതിന് മുഖ്യ അക്ഷം റാച്ചിസ് എന്ന് പറയും. അതിന് തന്നെ തൊട്ടവാടിയുടെ ഇലയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടായിരിക്കും. രാച്ചുല്ല എന്ന് പറയും. അതുപോലെ ഓരോ ലീഫ്ലെറ്റിനും നമ്മൾ പിന്യൂൾ അല്ലെങ്കിൽ ചെറിയ ലീഫ്ലെറ്റ് സഹപത്രങ്ങൾ എന്ന് പറയും. അങ്ങനെയാണ് ഈ രീതിയിലുള്ള ഇലകൾ. തൊട്ടവാടിയുടെ ഇലയൊക്കെ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ പല ഇലകളുടെ പല ഷേപ്പ് ഉണ്ടായിരിക്കും. ആദ്യത്തെ നമുക്ക് ഈ ചിത്രത്തിലുള്ളത് ഓറിക്കുലിഫോം, അതായത് ചെവിയുടെ ഷേപ്പിലുള്ളത് എന്നാണ് അർത്ഥം. ചെവിയുടെ ഷേപ്പിലുള്ളത്. രണ്ടാമത്തെ കോർഡിഫോം, കോർഡിയോ അല്ലെങ്കിൽ കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൃദയവുമായി ബന്ധപ്പെട്ടാണ്, ഹൃദയാകാരത്തിലുള്ളത്. പിന്നെ ഫാൾസിഫോം, അതുപോലെ തന്നെ ഹേസ്റ്റി ഫോം, ഹേസ്റ്റിയേറ്റ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കടുകിന്റെ ഒക്കെ ഇലകൾ ഏകദേശം ഈ ലൈറേറ്റ് ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ പെൽറ്റിഫോം, അതൊരു പരിചയുടെ ആകൃതിയിൽ, നമ്മളെ വട്ടക്കുറുക്കുട്ടി, ഉപ്പില അങ്ങനെയൊക്കെ ഈ പരിചയുടെ ഷേപ്പിലായിരിക്കും. പെൽറ്റിഫോം എന്ന് പറയും. അതുപോലെ തന്നെ മറ്റ് ചില ചേമ്പിന്റെ ഒക്കെ ഇലകൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന പല ചെടികളുടെയും ഇലകൾ സാഗിറ്റിഫോം എന്ന രീതിയിലായിരിക്കും. അതായത് സ്പാറ്റുലേറ്റ് എന്ന രീതിയിലുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. അത് തുടങ്ങുന്ന ഭാഗം നേർത്തതും അഗ്രഭാഗം കുറച്ച് വീതി കൂടി വളഞ്ഞതും കൂടിയായിരിക്കും. പിന്നെ ലീഫിന്റെ അഗ്രഭാഗം തന്നെ പല രീതിയിൽ കാണാം. അക്യുമിനേറ്റ് എന്ന് പറയും ഈ ഒരു ഷേപ്പിന്. പിന്നെ അക്യൂട്ട്, കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള തന്നെ. അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് അപ്പിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഉള്ള ഭാഗത്ത് നിന്ന് വീണ്ടും ചെറിയൊരു ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് കാണാം.
അങ്ങനെയുള്ള അതുപോലെ നമ്മുടെ അരയാലിന്റെ ഒക്കെ ഇലയിൽ അങ്ങനെയുള്ള ചില ഈ പറയുന്ന രീതിയിലുള്ള ചില വിന്യാസങ്ങൾ കാണാം. അപ്പം മറ്റു പലതിനും അറ്റം റൗണ്ടായിരിക്കും, അല്ലെ അറ്റം ഇതുപോലെ രണ്ട് ഒരു ലോബുള്ളതായിരിക്കും. അങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായ ഇലകൾ നമുക്ക് കാണാം. അതിന്റെ അധികം സാങ്കേതികത്തിലേക്ക് പോകുന്നത് നമുക്കത് പിന്നീട് പഠിക്കുന്നവർക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ലീഫിന്റെ അറേഞ്ച്മെന്റും കാണാം. നമ്മൾ പുൽവർഗ ചെടികളിലും മറ്റു പല ചെടികളും ഡെക്കസെറ്റ എന്നൊക്കെ പറയുന്ന സ്പീഷീസ് പേരൊക്കെ ഉള്ള ചില ചെടികളിലൊക്കെ ഇങ്ങനെ കാണാം. അതുപോലെ ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്ന വിന്യാസം, ഇങ്ങനെ രീതിയിലുള്ള ഇലകൾ, ഇങ്ങനെ പല രീതിയിലുള്ള ഇലകളുടെ ഷേപ്പുകൾ നമുക്ക് പ്രകൃതിയിൽ കാണാൻ പറ്റും. അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ചില അതുപോലെ പ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കുടപ്പനയുടെയൊക്കെ അല്ലെ പനയുടെയൊക്കെ ഇലകൾ ഏകദേശം ഇതുപോലെ ഉണ്ടായിരിക്കും. അതുപോലെ ഇലകളുടെ മാർജിൻ ഇതുപോലെ കാണാം. സീലിയേറ്റ് എന്ന് പറയും, അതുപോലെ ഗ്രനൈറ്റ്, അതുപോലെ ഡെൻഡേറ്റ അല്ലെങ്കിൽ അതായത് പല്ലിന്റെ ചരമനാക്ക് പോലുള്ള അഗ്രഭാഗം, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഇലകളുടെ ഒരു മിനിറ്റ്. ഓക്കെ, ആ താഴെ ഒരു ഗൂഗിൾ മീറ്റിന്റെ ഒരു ഇത് കാണില്ലേ, ഒരു പ്രോംപ്റ്റ് കാണുന്നില്ലേ? ആ സ്റ്റോപ്പ് ഷെയറിംഗ് അതിന്റെ സൈഡിലുള്ള ഹൈഡ് ബട്ടൺ അമർത്തുമോന്ന് ആരോ ചോദിക്കുന്നുണ്ട്. അതുള്ളത് കൊണ്ട് അതുള്ളത് കൊണ്ട് പിന്നെ മുഴുവനും വായിക്കാൻ പറ്റുന്നില്ല. ശരിയായി. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ, അതായത് ഇലകളുടെ വക്കുകൾ തന്നെ നമ്മൾ ചെമ്പരത്തിയുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ചില പന്നൽ ചെടികളുടെ, ഇപ്പൊ ഇതുപോലുള്ള പന്നൽ ചെടികളുടെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ, കടുകിന്റെ ഒക്കെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചിലത് ഇതുപോലെ കൈവിരലിന്റെ പോലുള്ള ഷേപ്പിലുള്ളത് കാണാം. അതിൽ തന്നെ വക്കുകൾ ദന്തരമായ അല്ലെങ്കിൽ പല്ല് പോലുള്ളതായിരിക്കാം. പിന്നെ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇലകളുണ്ടാകും. വക്കുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇംഗ്ലീഷിലുള്ള പേരുകളാണ് സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്നത്. മലയാളീകരിച്ച പേരുകൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ. ഇനി അതുപോലെ നമ്മുടെ ഒരു സപുഷ്പി സസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, പൂക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രധാന ഭാഗവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു ചെടിയെ മറ്റൊരു ചെടിയിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേസരങ്ങളിലുള്ള എണ്ണത്തിന്റെ വ്യത്യാസം, കേസരങ്ങളുടെ ഷേപ്പ്, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്, ഫിലമെന്റിന്റെ ലെങ്ത്, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കാണാം. പ്രാഥമികമായിട്ട് നമുക്ക് അറിയാം, പൂവിന് ദളങ്ങൾ ഉണ്ടായിരിക്കും. ദളങ്ങളെ പെറ്റൽ എന്ന് പറയും, ദളങ്ങൾ എന്ന് പറയും. അതുപോലെ ദളങ്ങളെ മൂടിയിരിക്കുന്ന, മൊട്ടായിരിക്കുന്ന സമയത്ത് ഈ ദളങ്ങളെ മൂടിയിരിക്കുന്ന ഒരു കവറായിട്ടുള്ള സാധനം ഉണ്ട്, കവർ ചെയ്ത സാധനം, അതിന് ബാഹ്യദളം അല്ലെങ്കിൽ സെപ്പൽ എന്ന് പറയും, അല്ലെങ്കിൽ വിദളങ്ങൾ എന്നും പറയാറുണ്ട്. അത് മുഴുവൻ കൂടി ചേർന്ന് നമ്മൾ കാലിക്സ് എന്ന് പറയും. അതുപോലെ അണ്ടാശയം, ഓവറി, പിന്നെ ഓവറിയുടെ ഈ തണ്ടിന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാഗത്തിന് വർത്തിക അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയും. അതിന്റെ അഗ്രഭാഗത്തിന് വർത്തികാഗ്രം, വർത്തികയുടെ അഗ്രം ഭാഗം എന്നല്ലെങ്കിൽ സ്റ്റിഗ്മ, അങ്ങനെയുള്ള ചില, അതുപോലെ ഓവ്യൂൾ അണ്ടകം എന്ന് പറയും. അങ്ങനെ പൂങ്കുല വൃന്ദം, പെടങ്കിൾ, റിസപ്റ്റക്കിൾ, പുഷ്പാധാരം, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് പൂക്കളിൽ കാണാം. നമുക്ക് അതിൽ പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് ഈ പൂക്കളുടെ ഒരു ചിത്രം എടുത്ത്, അല്ലെങ്കിൽ ഒരു പൂവ് തന്നെ നോക്കിയിട്ട്, നമ്മൾ പഴയ കാലത്തില് പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ ചെമ്പരത്തിയുടെ പൂവ് കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ അധ്യാപകരൊക്കെ ഈ പൂക്കളുടെ ഭാഗം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പൂവ് എന്ന നിലയിൽ, ഒരു എല്ലാ ലക്ഷണമൊത്ത ഒരു പൂവ് എന്നുള്ള നിലയിൽ ചെമ്പരത്തി പോലുള്ള ചെടികൾ പൂവ് നമുക്ക് നോക്കിയാൽ അതിന്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാം. പിന്നെ സസ്യങ്ങളെ തന്നെ പല രീതിയിലുള്ള വിഭാഗങ്ങളാക്കി മാറ്റും. നമുക്ക് മൊത്തം ജീവജാതികളെ 5 അല്ലെങ്കിൽ 6 കിങ്ഡമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലാണ്, അല്ല സാമ്രാജ്യത്തിലാണ് ഇതുപോലുള്ള സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വിത്തുള്ള സസ്യങ്ങളുണ്ട്, വിത്തുണ്ടാകുന്ന സസ്യങ്ങളുണ്ട്. അതിന് 2 തരത്തിലുള്ള വിത്തുകൾ ഉണ്ടാകുന്ന സസ്യമുണ്ട്. അനാവൃത ബീജി സസ്യവും ആവൃത ബീജി സസ്യവും, ആൻജിയോസ്പേം ആൻഡ് ജിംനോസ്പേം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കറിയാം, പൂക്കളില്ലാത്ത തരത്തിലുള്ള ചെടികളുണ്ട്, പന്നൽ ചെടികൾ എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് എന്ന് പറയും. അതുപോലെ പന്നൽ ചെടികളെക്കാളും കുറച്ചും കൂടി പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലിയോടിന്റെ മേലെയും സിമെന്റ് മതിലിന്റെ മേലെയൊക്കെ വളരുന്ന ചില സാധനങ്ങളുണ്ട്, മോസ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ബ്രയോഫൈറ്റ്, ഇതൊക്കെ ഈ 2
വിഭാഗം ജീവജാതികൾ അല്ല സസ്യ വിഭാഗങ്ങൾ വിത്തുകൾ ഇല്ലാത്തതാണ്. പിന്നെ ജിംനോസ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ അനാവൃത ബീജസസ്യം, അതിന്റെ നേക്കഡ് സീഡഡ് പ്ലാന്റ് എന്ന് പറയും. അതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നില്ല പൈനോഫൈറ്റ എന്ന് പറഞ്ഞ പൈൻ ചെടികൾ ഒത്തിരി നമ്മുടെ ഹിമാലയൻ ഭാഗങ്ങളിലെ കാണുന്നത്. അതുപോലെ ജിങ്കോഫൈറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ ജിംനോസ്പമിൽ നമ്മുടെ കറുത്തോടൽ എന്ന് പറയുന്ന നമ്മുടെ കാവുകളിലൊക്കെ വള്ളിച്ചെടിയായിട്ട് വളരുന്നതെന്നും അതുപോലെ സൈക്കസ് സിർസിനാലിസ് എന്ന് പറയുന്ന സസ്യവുമാണ്. ഈന്ത് എന്ന് നമ്മളെ കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നേക്കഡ് സീഡഡ് പ്ലാന്റ് എന്ന് പറയും. പിന്നെ നമ്മൾ സപുഷ്പി സസ്യങ്ങളെ തന്നെ 2 വിഭാഗങ്ങളാക്കിയിട്ട് മാറ്റുമ്പോൾ ഒറ്റപ്പരിപ്പ് ഉള്ള വിത്തുകൾ ഉണ്ടാകുന്ന ചെടികളും ഡൈക്കോട്സ് അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡോൺ എന്ന് പറയും. അതുപോലെ മോണോകോട്ടിലിഡോൺ അല്ലെങ്കിൽ മോണോകോട്ട് എന്ന് പറയുന്ന ഒറ്റപ്പരിപ്പുള്ള വിത്തുകൾ. അതിനുള്ള മറ്റു പ്രത്യേകത നമുക്കറിയാം. ഒന്ന്, ഇലകൾക്ക് സമാന്തര ശിരാവിന്യാസമായിരിക്കും. അതുകൂടാതെ അതിന്റെ റൂട്ടുകൾ ഫൈബ്രസ് റൂട്ടായിരിക്കും. അങ്ങനെയുള്ള പ്രത്യേകതകൾ. അതുപോലെ ഒറ്റപ്പരിപ്പുള്ള വ്യക്തികൾ എന്ന് പറയും. നേരത്തെ പറഞ്ഞ ലിനേസ് ആസ്പദമാക്കിയ ഒരു പുസ്തകമാണ്. അപ്പൊ നമുക്ക് ഓരോ സോറി. അപ്പൊ നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനുസ് നാമത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതില് മലയാളത്തിലുള്ള പേരുകൾ തന്നെ, പ്രത്യേകിച്ച് ഫോർട്ടൂസ് മലബാറിക്കസിലെ ചില പേരുകൾ അങ്ങനെ തന്നെ ലാറ്റിനൈസ് ചെയ്തിട്ട് ജനുസ് നാമമാക്കിയിട്ട് അല്ലെങ്കിൽ ജനറിക് പേരുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട അല്ലെ പ്രശസ്തരായ സസ്യ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെയൊക്കെ പേരുകൾ അവരെ ആദരിക്കുന്ന നിലയിൽ ജനുസുകൾക്ക് അല്ലെങ്കിൽ ജീനസുകൾക്ക് പേര് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമുക്കറിയാം സ്പീഷീസ് നാമം എന്ന് പറയും. ആ സ്പീഷീസ് നാമവും ചില വ്യക്തികളെ ആദരിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ചില വിശേഷണ പദങ്ങളായിരിക്കും അതിന് സ്പീഷീസ് നാമമായിട്ട് കൊടുക്കാറുണ്ട്. ചിലത് അതിന്റെ ചെടിയുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും. ചിലത് ചെടിയുടെ ഇലയുടെ അല്ലെ പൂവിന്റെ ഒക്കെ കളർ കൊണ്ടായിരിക്കും. ചിലത് അതിന്റെ ചുറ്റുപാടല്ലേ ഹാബിറ്റാറ്റുമായി ബന്ധപ്പെട്ട്, ഇപ്പം മലയോരത്ത് കാണുന്നത് അല്ലെങ്കിൽ കടലോരത്ത് കാണുന്നത് അങ്ങനെയുള്ള അതായത്. അതുപോലെ തന്നെ മറ്റു ചെടികളോട് സാദൃശ്യമില്ല. ഉദാഹരണത്തിന് സിസൽപിനിയ മൈമസോയിഡസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നമ്മളെ വന്യമായി വളരുന്ന കൂമുള്ള് എന്നൊക്കെ പറയുന്ന. അപ്പൊ അത് മൈമോസയോട് അല്ലെങ്കിൽ തൊട്ടാവാടോട് സാദൃശ്യമായ ഇലകളോട് കൂടിയത് എന്നാണ് അതിന്റെ അർത്ഥം. അതിലേക്ക് പിന്നീട് വരാം. ഇങ്ങനെ പല രീതിയിലുള്ള, അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ, ഇപ്പം കാനനൂറൻസിസ് അല്ലെങ്കിൽ പാപ്പൻഷേരിയൻസിസ്, മാഡായൻസിസ്, കണ്ണപുരമെൻസിസ് അങ്ങനെയുള്ള രീതിയിലും സ്പീഷീസ് നാമം കൊടുക്കാറുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആദ്യം മലയാളത്തിലുള്ള ചില സ്പീഷീസ് നാമം ഒന്ന് പരിചയം. ഒതളം എന്ന് പറയും. സെർബറ ഒതളം എന്നാണ് അതിന്റെ ശാസ്ത്രീയമായ പേര്. അതുപോലെ ചിയോണാന്തസ് മലയിലഞ്ഞി എന്ന് പറയുന്ന സസ്യത്തിന്റെ ശാസ്ത്രീയമായ പേരിന്റെ രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ സ്പീഷീസ് പേരാണ്. യൂഫോർബിയ തിരുക്കള്ളി, നമ്മുടെ കമ്പിപ്പോല എന്ന് പറയുന്നത്. അതുപോലെ ജസ്റ്റീഷ്യ ഏകകുസുമ മാടായിപ്പാറയിൽ 81 പുതുതായിട്ട് കണ്ടെത്തിയ ചെടിയുടെ പേരാണ്. നമ്മുടെ ആടലോടകത്തിന്റെ ഒക്കെ കുടുംബത്തിൽ വരുന്ന. അതുപോലെ കൈത, പൻഡാനസ് എന്നാണ് കൈതയുടെ ജീനസിന്റെ പേര്. അതിൽ 7-8 സ്പീഷീസ് കേരളത്തിലുണ്ട്. അതിലൊന്ന് പൻഡാനസ് കൈത എന്ന പേരിൽ തന്നെയാണ്. അതുപോലെ കുരുമുളകിന്റെ ഒക്കെ കുടുംബത്തിൽ വരുന്ന പൈപ്പറേസിയിൽ വരുന്ന വെറ്റില. അപ്പൊ പേപ്പർ ബെറ്റിൽ എന്നുള്ളത് വെറ്റില എന്നുള്ളതിന്റെ ലാറ്റിനൈസ്ഡ് രൂപമാണ്. പോളിയാൽത്തിയ കൊറിന്റി എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ കാവുകളിലും ചെങ്കൽപ്പാറകളിലൊക്കെ കാണുന്നുണ്ട്. പോളിയാൽത്തിയ കൊറിന്റി, അതായത് ആത്തച്ചക്കയുടെ ഒക്കെ കുടുംബത്തിൽ വരുന്ന, അനോണേസി എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന. അപ്പൊ അതിന് കൊറിന്തി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായ സറാക്ക അശോക എന്നുള്ള സ്പീഷീസ് പേരും മലയാളത്തിൽ നിന്ന് പോയതാണ്. അതുപോലെ നറുംപാണൽ എന്ന് പറയുന്ന, യുവേറിയ എന്ന് പറയുന്ന ജനസിൽ വരുന്ന നറുംപാണൽ, അതും ആത്ത കുടുംബത്തിൽ അല്ലെങ്കിൽ അനോണേസിയിൽ വരുന്നതാണ്. അതിന്റെ NAREM എന്നുള്ളത്, നറും എന്നുള്ള മലയാളം വാക്ക് ലാറ്റിനൈസ് ചെയ്തതാണ്. പിന്നെ ഹാബിറ്റാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില സാധനങ്ങൾ, അതിലേക്ക് പിന്നീട് വരാം. നമുക്കത് ഇനി കുറച്ച് ജനുസുകളിലേക്ക് നമുക്ക് കിടക്കാം.
മലയാളത്തിൽ നിന്ന് ലാറ്റിനൈസ് ചെയ്തിട്ട് ജനുസ് നാമമായിട്ട് അല്ലെങ്കിൽ ജീനസ് പേരായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ചെടികളെ നമുക്ക് നമുക്ക് നോക്കാം. അത് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളാണ്. ഒന്ന് അലാഞ്ചിയം സാൽവിഫോളിയം എന്ന് പറയുന്നത്. അത് അലാഞ്ചി എന്ന് പേരുള്ള അല്ലെങ്കിൽ അലിഞ്ഞിൽ എന്നൊക്കെ പേരുള്ള അലിങ്ങി അങ്ങനെയുള്ള മലയാളം പേര് ലാറ്റിനൈസ് ചെയ്തിട്ടാണ് ഈ അലാഞ്ചിയം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ലാറ്റിനൈസ്ഡ് ഫോമാണ്. അത് നമ്മുടെ കേരളത്തില് മലബാർ എന്ന് പറയുന്നത് കേരളത്തെ ഉദ്ദേശിച്ചാണ്. കേരളത്തില് അല്ലെങ്കിൽ മലയാളത്തില് അലഞ്ചി അല്ലെങ്കിൽ അലങ്കി എന്നൊക്കെ ഉള്ള പേരുകളാണ് അലാഞ്ചിയം എന്ന ജനുസ് നാമമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. സാൽവിഫോളിയ എന്ന് പറയുന്നത്, ഫോളിയ എന്ന് പറയുന്നത് ഇലകളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. സാൽവിയ എന്ന ജനുസിൽ വരുന്ന ചില സസ്യങ്ങളുണ്ട്. സാൽവിയ നമ്മളെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ സാൽവിയയുടെ ഇല പോലുള്ളത് എന്ന അർത്ഥത്തിലാണ് അതിന്റെ സ്പീഷീസ് പേര് നൽകിയിട്ടുണ്ട്. മറ്റൊരു അർത്ഥം അതിന് ഹീലിംഗ് എന്തെങ്കിലും ഹീലിംഗ് ഗുണം ഉള്ളതുമെന്നും അർത്ഥം. അടുത്തത് അതുപോലെ തന്നെ നമ്മൾ അനാമർട്ട കോക്കുലസ് എന്ന് പറയുന്ന ചെടി നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ, പ്രത്യേകിച്ച് പാറകളിലും അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെയുള്ള വലിയ മരങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന പെരനിയലായിട്ടുള്ള അല്ലെങ്കിൽ ബഹുവർഷിയായിട്ടുള്ള വലിയ ഉറപ്പുള്ള വെള്ളിച്ചെടിയാണ്. അതിന് പൊള്ള അല്ലെങ്കിൽ വടവലം എന്നാണ് സാധാരണ പേര്. അതിന്റെ വിത്തുകള് ഫിഷ് പോയിസൺ ബെറി എന്നറിയപ്പെടുന്നു. നെഞ്ചു കലക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള അതിന് ആനയമൃത് എന്നൊരു പേരുണ്ട് മലയാളത്തില്. അതാണ് ആനയമൃതിന്റെ ലാറ്റിനൈസ്ഡ് രൂപമാണ് അനാമൃട്ട എന്നുള്ളത്. ആനയമൃത്, അനാമൃട്ട, അതൊന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ രണ്ടാമത്തെ ഭാഗം സ്പീഷീസ് പേര് എന്ന് പറയുന്നത് കോക്കുലസ് എന്നാണ്. ആ കോക്കുലസ് എന്നുള്ള വാക്കിന് അർത്ഥം ബെറി എന്നാണ്. അത് ചെറിയൊരു ഉരുണ്ട പഴം എന്ന അർത്ഥം. അപ്പൊ നമ്മുടെ ചിറ്റമൃതിന്റെ ഒക്കെ കുടുംബത്തിൽ. മറ്റൊന്ന് നമ്മുടെ വെൺകാര എന്ന് പറയുന്ന നമ്മുടെ പല കാവുകളിലും മാടായിക്കാവിലും മാടായിപ്പാറയിലൊക്കെ കാണുന്ന കാരയുടെ അല്ലെങ്കിൽ നമ്മുടെ ചെക്കിയുടെ ഒക്കെ കുടുംബത്തിൽ വരുന്ന റോബിയേസി എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽ വരുന്നതാണ്. അത് വെൺകാര എന്നുള്ളത് ലാറ്റിനൈസ് ചെയ്തിട്ട് ബംഗാര എന്നാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ജീനസിന്റെ പേര് ബംഗാര എന്നാണ്. അതിന്റെ സ്പീഷീസിന്റെ പേര് മലബാറിക്ക എന്നാണ്. മലബാറിൽ നിന്നാണ് അത് കണ്ടെത്തിയത്. അതുകൊണ്ട് അത് ആ പേര് സ്ഥലപ്പേര് അതിന്റെ സ്പീഷീസ് പേരായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് മലങ്കാര എന്നുള്ളതാണ്. അത് നാരകത്തോട് സാദൃശ്യമുള്ളതുകൊണ്ട് പഴയ പേര് കാട്ടുനാരകം എന്നാണ് പേര് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, മലങ്കാര. അതും റൂബിയേസി എന്ന് പറയുന്ന നമ്മുടെ കാരയുടെ കുടുംബത്തിൽ വരുന്ന ഒന്നാണ്. അപ്പൊ അതിന് കാട്ടുനാരകം എന്ന പേര് തന്നെയാണ് ലാറ്റിനിൽ കൊടുത്തിരിക്കുന്നത്. കേക്ക് പകരം സി ആക്കിയിരിക്കുന്നു. കാട്ടുനാരകം സ്പൈനോസ എന്നാണ് അതിന്റെ ശാസ്ത്രീയമായ പേര്. അതായത് ജീനസ് പേരായിട്ട് കാട്ടുനാരകം എന്ന മലയാളം വാക്ക് ലാറ്റിനൈസ് ചെയ്തിട്ടും, അതുപോലെ സ്പൈനോസ എന്ന് പറയുന്നത് സ്പൈൻസ് ഉള്ളത്, മുള്ളുകൾ ഉള്ളത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൗതുകകരമായ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളം പേരുകൾ അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് കോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിച്ചിരിക്കുന്ന പല മലയാളം പേരുകളും അങ്ങനെ തന്നെ ലിനിയേഴ്സ് ഈ നമ്മൾ ദോശ മറച്ചു കിടന്നതുപോലെ ലാറ്റിനൈസ് ചെയ്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ചെക്കി, ചില ഭാഗത്ത് ചെത്തി, തെറ്റി, പാരതി എന്നൊക്കെ പറയും. അതും ഇക്സോറ എന്നുള്ള ജീനസ് ആണ്. ഇക്സോറ എന്ന് പറയുന്നത് ഈശ്വര എന്നുള്ള മലയാളം വാക്ക് അതിനാണ്. നമ്മൾ പൂജക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ദൈവികമായ ആവശ്യങ്ങൾക്കൊക്കെ പല അമ്പലങ്ങളിൽ നിന്ന് കൊടുക്കുന്ന പ്രസാദത്തിലൊക്കെ പൂവ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലത്തും അതിന് പകരം അരളി ഉപയോഗിച്ചത് ആയിരുന്നു. ഇപ്പം അരളി അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം. അപ്പോ അതാണ് ഇക്സോറ എന്നുള്ളത് ഈശ്വര എന്നുള്ള മലയാളം വാക്കിന്റെ ലാറ്റിനൈസ്ഡ് ഫോമാണ്. അങ്ങനെയാണ് ഈ പേര് വന്നിരിക്കുന്നത്. കോക്സീനിയ എന്ന് പറയുന്നത് നല്ല കടും ചുവപ്പ് കളറുള്ള, റെഡ് കളറുള്ള എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നിറങ്ങളെ സൂചിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ കൂടി സ്പീഷീസ് പേരായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വയലുകളിലും ചെറിയ അധികം ഉപ്പ് വെള്ളം ഇല്ലാത്ത ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിലൊക്കെ കാണുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വയലൊക്കെ വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് ഒട്ടലാമ്പൽ എന്ന് പറയുന്നത്. ഒട്ടലാമ്പൽ സിനിമാ പാട്ടിലേക്ക് വരുന്ന സമയത്ത് ജലശംഖ് പുഷ്പം എന്ന് അതിന് പറയാറുണ്ട്. അപ്പൊ ഒട്ടലാമ്പലിന്റെ ലാറ്റിൻ ഫോമാണ് ഒട്ടേലിയ എന്ന് പറയുന്നത്. ഒട്ടേലിയ അതിന്റെ ശാസ്ത്രീയമായ പേര് കൊടുത്തിരിക്കുന്നത് ജീനസ് പേരായിട്ട്
കൊടുത്തിരിക്കുന്നത് ഒട്ടേലിയ എന്നാണ്. അലിസ്മോയിഡസ് എന്ന് പറയുന്നത്, അലിസ്മ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയോട് രൂപസാദൃശ്യമുള്ള, അല്ലെങ്കിൽ അതിന്റെ ഇലകളോട് രൂപസാദൃശ്യമുള്ള എന്ന അർത്ഥത്തിലാണ് അലിസ്മോയിഡസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മൈമോസോയിഡസ് എന്ന് പറഞ്ഞാൽ മൈമോസയുടെ ഇലയോട് സാദൃശ്യമുള്ള, അല്ലെ മൈമോസയോട് സാദൃശ്യമുള്ളത് എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞതുപോലെ അലിസ്മ എന്ന സസ്യത്തോട് സാദൃശ്യമുള്ളതാണ് ഇതിന്റെ ഇലകൾ. അതുകൊണ്ടാണ് അലിസ്മോയിഡസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം, ഹൈഡ്രോകാരിറ്റേസി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ വരുന്നതാണ്. ഇത് പലരും നമ്മളെ നാട്ടിൻപുറത്ത് വളരെ സാധാരണമായി കാണുന്നതാണ്, പക്ഷെ നമ്മളധികം ശ്രദ്ധിക്കാറില്ല. നല്ല ഭംഗിയുള്ള പൂവാണ്, വളരെ ലോലമായ പൂവ് കൂടിയാണ്. വയലുകളിലൊക്കെ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കാണ് പൂക്കുക, ആഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കാണ് പൂക്കുക. വയലിലൊക്കെ നോക്കുന്നവർക്ക് ഇത് വളരെ പരിചിതമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു പേരാണ് പാവട്ട എന്ന് പറയുന്നത്. പാൽ വട്ട എന്ന വാക്കായിരിക്കാം ഒരുപക്ഷെ പാവട്ട എന്ന ചുരുക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവുക. പാവട്ടയുടെ കുറെ സ്പീഷീസ് നമുക്ക് കണ്ടു. വളരെ കോമൺ ആയിട്ട് പാവട്ട ഇൻഡിക്ക എന്ന് പറയുന്ന സസ്യമാണ്. ഇതും നമ്മുടെ കാവുകളിലും കുന്നിൻ പ്രദേശത്തും നാട്ടിൻപുറങ്ങളിലൊക്കെ ചില അധികം നമ്മൾ ഇടപഴകാത്ത സ്ഥലത്തൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാടായിപ്പാറയിൽ ചിത്രമാണ്. മാടായിപ്പാറയുടെ വടുകുന്ന തടാകത്തിന്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു പൊന്ത ഉള്ള ഭാഗത്ത് ഇത് ധാരാളമായിട്ട് ഈ ഒരു ജൂൺ മാസത്തിലാണ് സാധാരണ വരികയാറ്. അപ്പൊ അത് പാവട്ട എന്ന് പറയുന്ന അതേ പേര് തന്നെയാണ് ലാറ്റിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പേരിന്റെ ആദ്യത്തെ ഭാഗമായ ജീനസ് പേരായിട്ട് ഉപയോഗിച്ചു. ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളത്, ഇന്ത്യയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുപോലെ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒന്നാണ് വട്ടക്കാക്കക്കൊടി എന്ന് പറയുന്നത്. വട്ടക്കാക്ക വൊളിബിലിസ്. വട്ടക്കാക്ക എന്ന് പറയുന്ന അതേ പേര് തന്നെ ലാറ്റിനിൽ വട്ടക്കാക്ക എന്ന ജീനസ് പേരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. വൊളിബിലിസ് എന്ന വാക്കിനർത്ഥം അതായത് ട്വൈനിങ്, അതായത് ചുറ്റിപ്പടർന്ന് കയറുന്നത്, അതായത് അതിന്റെ ഒരു ഹാബിറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഈ ചെടിയുടെ ഹാബിറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് അതിന്റെ സ്പീഷീസ് നാമമായി നൽകിയിരിക്കുന്നത്. അപ്പൊ വളരെ എല്ലാവർക്കും പരിചയം, പ്രത്യേകിച്ച് ചിത്രശലഭങ്ങളെ നോക്കി മിൽക്ക് വീഡ് ശലഭങ്ങളൊക്കെ ഇത് ഈ ഗ്രൂപ്പിലുള്ള ലാറ്റിനം മിൽക്ക് വീഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെ കോട്ടൺ മിൽക്ക് വീഡ് പ്ലാന്റ് എന്ന് പറയാറുണ്ട്. വളരെ നാട്ടിൻപുറത്ത് വളരെ സാധാരണമായി കാണുന്നതാണ്. ഇതിനോട് രൂപസാദൃശ്യമുള്ള കോസ്മോസ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ചെടി കൂടി. അപ്പൊ വട്ടക്കാക്ക എന്നുള്ള പേര് നമുക്ക് മലയാളത്തിൽ നിന്ന് പോയതാണ് എന്ന് അതിൽ അഭിമാനിക്കാം. അതിന് നമുക്കറിയാം അപ്പോസൈനേസിയിലുള്ള സസ്യങ്ങളുടെ ഒക്കെ വിത്തുകൾ അപ്പൂപ്പൻ താടികളായിട്ടാണ് ഉണ്ടാവുക. ഇതിന്റെ പൂവ് എഡിബിളാണെന്ന് പറയുന്നുണ്ട്. കൽക്കത്തയിലൊക്കെ ഇതിന്റെ പൂവ് മാർക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ചില ആളുകളുടെ സസ്യശാസ്ത്രകാരന്മാരുടെ പേരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരോടുള്ള ആദര സൂചകമായിട്ട് ജീനസിന് പേര് കൊടുത്തിരിക്കുന്ന കുറച്ച് ചെടികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് തന്നെയാണ്. ചിറ്റരത്ത എന്ന് എല്ലാവർക്കും അറിയാവുന്ന അറിയില്ല. നമ്മൾ രാസ്നാദി പൊടി എന്നൊക്കെ പറയും അല്ലെ. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ പൊടിയിടുന്നതാണ്, കുറച്ചായിട്ട് ഇടുന്നതാണ്. അതിന്റെ സംസ്കൃതം പേരാണ് രാസ്ന. മലയാളത്തിൽ ചിറ്റരത്ത എന്ന് പറയും. ചിറ്റ എന്ന് പറഞ്ഞാൽ ചെറുത്, അരത്ത എന്ന് പറഞ്ഞാൽ ചിറ്റരത്ത മീൻസ് ചെറിയ അരത്ത എന്നുള്ളത്. അപ്പോൾ ആൽപീനിയ എന്ന് പറയുന്ന അതാണ് അതിന്റെ ജീനസിന്റെ പേര്. പ്രോസ്പെറോ ആൽപിനോ എന്ന് പറയുന്ന 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ സസ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഇതിനെ ശാസ്ത്രീയമായി വിശദീകരിച്ച ഡിസ്ക്രൈബ് ചെയ്ത ആള് ഈ പേര് നൽകിയത്. കാൽക്കരേറ്റ എന്ന് പറയുന്നത് ഒരു സ്പർ ഉള്ളതാണ്. ഒരു സ്പർ ഇതിന്റെ പൂവില് നമുക്ക് കാണാം. അതുപോലെ അവിസേനിയ ഓഫീസിൽ നമ്മൾ കണ്ടൽക്കാടുകളെ എടുത്തു കഴിഞ്ഞാൽ, കണ്ടൽക്കാടിന്റെ ഒരു സെഷൻ മുമ്പുണ്ടായിരുന്നു. കണ്ടൽക്കാടുകളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സ്പീഷീസ് അവിസെന്യയിലുള്ള രണ്ട് സ്പീഷീസ് കാണാം. അവിസെന്യ മറൈന എന്ന് പറയുന്നതും അവിസെന്യ ഒഫിസിനാലിസ് എന്ന് പറയുന്നത്. ഇതിനെ ഉപ്പട്ടി അല്ലെങ്കിൽ ഉപ്പൂത്ത എന്ന് പറയും, ഉപ്പ് ഊറ്റിയെടുക്കുന്നത് എന്നർത്ഥത്തിൽ. അപ്പൊ അതും ഈ ജീനസ് പേര് നൽകിയിരിക്കുന്നത് അവിസെന്ന എന്ന് പറയുന്ന ഇബ്ൻ സിന എന്നാണ് മറ്റൊരു പേര് അദ്ദേഹത്തിന്റെ. 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ തത്വചിന്തകനും വൈദ്യനും ഒക്കെ ആയിരുന്ന ആളുടെ പേരാണ് അവിസെന്ന. ഇബ്ൻ സിന എന്ന് പറയുന്നത് അവിസെന്നയുടെ ബഹുമാനാർത്ഥമാണ് ഇതിന്റെ ജീനസ് പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ 2ാമത്തെ ഭാഗം സ്പീഷീസ് പേര്
ഓഫീസിനാലിസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നില്ല. വൈദ്യവുമായി ബന്ധപ്പെട്ട ഫാർമക്കോളജിക്കൽ സെൻസിലാണ് ആ പേര് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ പേര് വരുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ആ സസ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ പേര്, ഇതിന്റെ സ്പീഷീസിന്റെ പേര് നൽകുന്നത്. അവിസനിയ മറൈന നമുക്കുള്ളതാണ്. മറൈന എന്ന് പറയുന്നത് നമുക്കറിയാം മറൈനുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കടലുമായി തീരദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചെറുപട്ടി എന്ന് പറയുന്ന ഒരു ചെടി കൂടിയിട്ട് അതിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഹാബിറ്റാറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചെറുപട്ടിക്ക് അതിന്റെ പേര് നൽകിയിരിക്കുന്നത്. പിന്നൊന്ന് മന്ദാരം. നമുക്കറിയാം പലതരത്തില് ചുവന്ന മന്ദാരം, മഞ്ഞ മന്ദാരം, വെളുത്ത മന്ദാരം, പിന്നെ വള്ളി മന്ദാരം, അങ്ങനെയുള്ള കുറെ മന്ദാരം, ബൊഹീനിയ എന്ന് പറയുന്ന ജനസിൽ വരുന്ന കുറെ സസ്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതിന് പേര് കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ലിനേസ് ഈ വർഗീകരണത്തിനെ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്ന, നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിന്റെ കർത്താവായിരുന്ന ഗാസ്പാർഡ് ബോഹിൻ, അല്ലെ കാസ്പർ ബോഹിൻ, അതുപോലെ മറ്റൊരു ബോഹിൻ കൂടിയുണ്ട്, ജീൻ ബോഹിൻ. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വൈദ്യന്മാരും അല്ലെ ഫിസിഷ്യനും സസ്യശാസ്ത്രകാരന്മാരുമായിരുന്നു ഇവര്. ആ ബോഹിന്റെ പേരിലാണ് ഈ പേര് അറിയപ്പെടുന്നത്, ബൊഹീനിയ എന്ന പേര് അറിയപ്പെടുന്നത്. അക്യുമിനേറ്റ് ഞാൻ ഇലകളുടെ അഗ്രഭാഗം സൂചിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന പോയിന്റ്, അതായത് കൂർത്ത ഭാഗമുള്ളത്. നമുക്കറിയാം ഈ മന്ദാരത്തിന്റെ ഇലയുടെ അഗ്രഭാഗം ഒരു പ്രത്യേക രീതിയിൽ കൂർത്ത ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ അക്യുമിനേറ്റ് എന്നുള്ള സ്പീഷീസ് പേര് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ തെഴുതാമ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്, ഇലക്കറിയായിട്ടും. അതുപോലെ പുനർനവ എന്ന സംസ്കൃതം പേരിൽ അറിയപ്പെടുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിന്റെയും പേര് ബോയർ ഹാവ് എന്ന പേരുള്ള ഒരാളുടെ, അതായത് ഹെർമൻ ബോയർ ഹാവ്, 18-ാം നൂറ്റാണ്ടിൽ ഡച്ച് സസ്യശാസ്ത്രജ്ഞനായിരുന്ന ബോയർ ഹാവിന്റെ പേരിലാണ് ഈ ബോയർ ഹാവിയ എന്ന തെഴുതാമയുടെ ജനസ് അറിയപ്പെടുന്നത്. ഡിഫ്യൂസ എന്നുള്ള വാക്കിനർത്ഥം ലൂസ്ലി സ്പ്രെഡിങ്, അങ്ങനെ വളരെ മെല്ലെ മെല്ലെ ഇങ്ങനെ പടർന്ന് പോകുന്നത് എന്ന അർത്ഥത്തിലാണ്. നമുക്ക് ഇതിന്റെ ഈ ചെടിയുടെ ഒരു സ്വഭാവവുമായി, അതിന്റെ പടരുന്ന സ്വഭാവവുമായി, അല്ലെങ്കിൽ അതിന്റെ വളരുന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിഫ്യൂസ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു പേര് ഇതിന്റെ സ്പീഷീസ് പേരായിട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മളെ മഷിക്കായ എന്ന് പറയുന്ന, വെട്ടടക് മഷിക്കായ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന, പണ്ട് കാലത്ത് സ്ലേറ്റ് ഉപയോഗിച്ചിരുന്ന സമയത്തും സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന, സ്ലേറ്റ് വൃത്തിയാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന മഷിക്കായ, അതാണ് ബ്രൈനിയ വൈറ്റിസ് ഐഡിയ. അപ്പൊ അതും ഫിലിപ്പ് ബ്രെയിൻ എന്ന് പറയുന്ന 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മൻ ബോട്ടോണിസ്റ്റിന്റെ പേരിലാണ് ഈ ജനസ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ജീനസിന് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. വൈറ്റിസ് ഐഡിയ എന്നുള്ളത് വൈൻ ഓഫ് മൗണ്ട് ഇഡ എന്ന് പറയുന്ന, വൈറ്റിസ് ഇഡേയ ആണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. വൈറ്റിസ് ഇഡേയ എന്നുള്ളത് മൗണ്ട് ഇഡയിൽ കാണുന്ന ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയുള്ള വൈൻ എന്ന് പറഞ്ഞാൽ വെള്ളിച്ചെടി എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ആവണക്കിന്റെ കുടുംബത്തിൽ വരുന്ന ചെടി. നമുക്ക് ഏവർക്കും സുപരിചിതമായ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പലപ്പോഴും നട്ടുപിടിപ്പിക്കുന്ന മുള്ളുള്ള അലസി എന്ന് പറയുന്നത്. സിസാൽപിനിയ എന്ന് പറയുന്ന പല സസ്യങ്ങളിലും മുള്ളുകൾ ഉണ്ടായിരിക്കും അതിന്റെ തണ്ടില്. അപ്പൊ ഇത് സിസാൽപിനിയ പൾച്ചറിമ എന്ന പേരാണ്. അപ്പൊ ഇതും സിസാൽപിനി എന്ന് പറയുന്ന സസ്യശാസ്ത്രം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ സസ്യശാസ്ത്രകാരനായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വൈദ്യവുമായി ബന്ധപ്പെട്ട ഒരു ബിഷഗ്വരനായിരുന്നു അദ്ദേഹം. പോപ്പ് ക്ലെമന്റ് 8-ാമന്റെ പ്രധാനപ്പെട്ട വൈദ്യനായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ പേര് സിസാൽപിനി എന്ന പേരുള്ള ആളുടെ പേരിലാണ്, സസ്യശാസ്ത്രജ്ഞന്റെ പേരിലാണ് ജീനസ് അറിയപ്പെടുന്നത്. അതിന്റെ സ്പീഷീസ് പേര് പൾച്ചറിമ എന്നാണ്. പൾച്ചറിമ എന്നുള്ള വാക്കിനർത്ഥം ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളത് എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് പേര് വരുന്നത്. പിന്നെ നമുക്കറിയാം പശക്കായ് മരം, കോർഡിയ മിക്സ എന്ന് പറയും. കോർഡിയ എന്നുള്ളത് വലേരിയസ് കോർഡസ് എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജർമ്മൻ സസ്യശാസ്ത്രജ്ഞന്റെ പേരാണ്. മിക്സ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പശയുള്ളത് ഒരു മ്യൂക്കസ് ടൈപ്പ്, അല്ലെ മൂക്കട്ടേന്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഒരു പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ ഉള്ളിൽ പശയുള്ളത്. ആ പശയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ആ കായയുടെ ഒരു പ്രത്യേകതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിനെ മിക്സ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. മിക്സ എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം മ്യൂക്കസ് എന്നാണ്. അപ്പോൾ വളരെ കൃത്യമാണ് ഇതിന്റെ പേര്. അതിന്റെ ജീനസിന്റെ പേര് ജർമ്മൻ ബോട്ടണിസ്റ്റായ വലേരിയസ് കോർഡസിന്റെ പേര്, അതുപോലെ സ്പീഷീസ് പേര് അതിലെ പശവശപ്പുള്ളത് കൊണ്ട് മ്യൂക്കസ് ഉള്ളത് എന്നർത്ഥത്തിൽ, മ്യൂക്കസ് എന്നുള്ള അർത്ഥത്തിൽ കൃത്യമായിട്ട് മിക്സ എന്നുള്ള പേര് ലാറ്റിനിൽ നൽകി.
മറ്റു നമുക്കറിയാം കുഴിനകപ്പോല, വലിയ കുഴിനകപ്പോല, ചിത്തിരപ്പോല, ചിത്രപ്പോല എന്നൊക്കെ പേരുള്ള യൂഫോർബിയേസി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് സസ്യങ്ങൾ നമുക്കുണ്ട്. പലതും ഈ പറയുന്ന രീതിയിൽ വിഷാംശമുള്ളതാണ്. പല ചെടികളും യൂഫോർബിയ മിലി എന്നൊക്കെ മുമ്പ് ക്യാൻസറിന് കാരണമാക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കൊത്തിക്കളയാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള തെറ്റായ പ്രചരണം കൊണ്ട്. അപ്പൊ യൂഫോർബിയ എന്നുള്ള പേരും യൂഫോർബസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഫിസിഷ്യന്റെ അല്ല ഗ്രീക്ക് ബിഷഗ്വരന്റെ പേരാണ് അതിന് നൽകിയിരിക്കുന്നത്. കിട്ട എന്ന് പറയുന്നത് ഹാരി എന്നുള്ള, അത് നമ്മള് ചെറിയ രോമം കാണും ഇതിന്റെ തണ്ടിൽ. പല പേരുകളും ഹിസ്പിഡിസ്മസ്, കിർട്ട അങ്ങനെയുള്ള പല പേരുകളും രോമമുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ തണ്ടിൽ രോമം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അതിനെ ഹാരി ആണ് എന്ന അർത്ഥത്തിൽ കിർട്ട എന്നുള്ള വാക്ക്, ലാറ്റിൻ വാക്ക് അതിന്റെ സ്പീഷീസ് പേരായി ഉപയോഗിച്ചിരിക്കുന്നു. ഞാനധികം കിട്ടുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ ആളുടെ പേരിലുള്ള ജനസിനെ പറ്റിയുള്ള കാര്യം അവസാനിക്കാം. മറ്റു നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഡില്ലീനിയ പെൻഡഗൈന എന്ന് പറഞ്ഞ വാഴപ്പുന്ന അല്ലെ പട്ടിപ്പുന്ന എന്നൊക്കെ പറഞ്ഞ വരണ്ട പ്രദേശത്ത് അല്ലെങ്കിൽ ഇലപൊഴിയും കാടുകളിലൊക്കെ വളരെ സാധാരണമായി കാണുന്ന ഒരു ചെറിയ ഒരു ഇടത്തരം മരമാണ് ഡില്ലീനിയ പെൻഡഗൈന എന്ന് പറയുന്നത്. അപ്പൊ അതും ഡില്ലൻ എന്ന് പറയും. നമുക്ക് പല ആൾക്കാരും പേരുണ്ട്. ഇപ്പം ഡില്ലൻ റിപ്ലൈ എന്നൊക്കെ പറയുന്ന പക്ഷി നിരീക്ഷണ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ ജാക്കബ് ദില്ലൻ എന്ന് പറയുന്ന ജോഹാൻ ജാക്കബ് ദില്ലൻ എന്ന് പറയുന്ന സസ്യ ശാസ്ത്രകാരന്റെ പേരിലാണ്, ജർമ്മൻകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ജീനസ് അറിയപ്പെടുന്നത്. പെൻഡഗൈന എന്ന പെൻഡ നമുക്കറിയാം അക്കത്തെ സൂചിപ്പിക്കുന്ന, എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. പെൻഡ എന്നുള്ള 5 എന്നുള്ള അർത്ഥത്തില്. ജീൻ എന്ന് പറയുന്നത് ഓവറിയെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ സൂചിപ്പിക്കുക ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഗൈൻ അല്ലെങ്കിൽ ജീൻ എന്നൊക്കെ പറയുന്നത് അതാണ് ആ പേരാണ് പെൻഡഗൈന എന്ന് പറയുന്നത്. 5 ഓവറി ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്, സ്പീഷീസ് പേര് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഡയസ്കറിയ, നമ്മളെ കാച്ചിൽ നമുക്കറിയാം. ഇപ്പം പല രീതിയിലുള്ള കാച്ചുകൾ, ഹൈബ്രിഡ് കാച്ചുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എയർ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നത് പലതരം കാട്ടുകാച്ചിലുണ്ട്. അതിൽ പെടുന്ന ഒരു കാച്ചിലാണ് ഡയസ്കൊറിയ ഹിസ്പിഡ എന്ന് പറയുന്നത്. ഹിസ്പിഡ എന്നുള്ള വാക്കും നമുക്കറിയാം രോമത്തെ സൂചിപ്പിക്കുന്നതാണ്. ഡയസ്കൊറിയ എന്നുള്ളത് പെഡാനിയോസ് ഡയസ്കോറിഡസ് എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ഈ ഔഷധവുമായി ബന്ധപ്പെട്ട ഒരു ആളുടെ പേരാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഡയസ്കൊറിയ എന്നുള്ള ജനസ് അല്ലെങ്കിൽ ജീനസ് പേര് അറിയപ്പെടുന്നത്. ഹിസ്പിഡ നേരത്തെ വന്ന് രോമമുട്ട കുറച്ചുകൂടി നല്ല ഉറപ്പുള്ള രോമം ഉള്ളത് എന്നാണ്. പിന്നെ നമുക്ക് ഫ്ലക്കോർഷ്യ എന്ന് പറയുന്നത്, നമ്മളെ വയങ്കത എന്ന് പറയുന്ന ചെടിയുണ്ട്. അതുപോലെ ലൂയിക്ക എന്നൊക്കെ പറയുന്ന ഫ്ലക്കോർഷ്യ, ജംഗോമാസ് എന്ന് പറയുന്ന ചെടിയുണ്ട്, നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്ന. അതേ ജനസിൽ വരുന്ന ഒന്നാണ്. നമ്മുടെ വരണ്ട പ്രദേശത്ത്, പ്രത്യേകിച്ച് മാടായിപ്പാറയിലൊക്കെ ഇതേ കാണാം, വനപ്രദേശത്തെ കാണുന്നതാണ് ഫ്ലക്കോർഷ്യ ഇൻഡിക്ക എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്ലുക്കോർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്ലക്കോർട്ട് എന്നറിയപ്പെടുന്ന ഒരു ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 17th സെഞ്ചുറി ഡയറക്ടർ ഓഫ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു 17-ാം നൂറ്റാണ്ടിൽ. അത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഫ്ലക്കോർഷ്യ എന്നുള്ള ജനുസിന്റെ പേര് അറിയപ്പെടുന്നത്. അതിൽ കുറെ സ്പീഷീസ് നമുക്ക് കേരളത്തിൽ 5-6 സ്പീഷീസ് ഉണ്ടെന്നത്. അപ്പൊ ഇതിൽ ഔഷധക്കാരെന്ന പേരിലെ പേരുണ്ട്, അഗോരി എന്ന പേരുണ്ട്. ഇതില് ചില ചിത്രശലഭങ്ങളൊക്കെ കോമൺ ലെപ്പേർഡ് എന്ന പേരിലുള്ള ചിത്രശലഭങ്ങളൊക്കെ മുട്ടയിടുന്ന ചെടികളാണ്, അതിന്റെ ഫ്രൂട്ട് ചെടികളാണ്. അതുപോലെ കുടുംബളി നമുക്കറിയാം, ഗാർസീനിയ ഗമ്മിക്കട്ട എന്ന് പറയുന്നത്. അപ്പൊ അതും ലോറൻ ഗാർസ് എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ബോട്ടണിസ്റ്റിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള ആധാര സൂചകമായിട്ടുള്ള ഇതിന് ഗാർസീനിയ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. ഗാർസീനിയയുടെ കുറെ സ്പീഷീസ് നമുക്കറിയാം. അതിലൊന്നാണ് ഗാർസീനിയ ഗമ്മിക്കട്ട. പിന്നെ പുണർപ്പുളി എന്നൊക്കെ പറയുന്ന ഗാർസീനിയ ഇൻഡിക്ക ഉണ്ട്, ഗാർസിനിയ സാന്തോകൈമസ്, രാജപ്പുളി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കുറെ ചെടികൾ നമുക്ക് ചുറ്റുവട്ടത്തും കാണാൻ പറ്റും. മൈലാഞ്ചിയും അതുപോലെ ഒരാളുടെ പേരിലാണ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്കോട്ടിഷ് ആർമിയിലെ ഒരു ഡോക്ടർ ആയിരുന്ന ഐസക് ലോസോണിന്റെ പേരിലാണ് മൈലാഞ്ചി എന്ന് പറയുന്ന സസ്യത്തിന്റെ ജീനസ് അറിയുന്നത്. അതിന്റെ സ്പീഷീസിന്റെ പേര് ഇനേർമിസ് ആണ്. അതായത് അതിന്റെ തണ്ടിന്റെ സ്വഭാവം, ആ സസ്യത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് അതിന് നൽകിയിരിക്കുന്നത്.
ഇനർമീസ് മീൻസ് അൺആംഡ്, ആയുധമില്ലാത്ത അല്ലെങ്കിൽ എന്താ മുള്ളുകളൊന്നും ഇല്ലാത്ത ഒന്നുള്ള. അതുപോലെ പ്ലുമേറിയ, നമ്മളെ ഈഴച്ചെമ്പകം, ഈയച്ചെമ്പകം, പ്രത്യേകിച്ച് നമ്മുടെ മീനമാസിലെ പൂരം നാളിലൊക്കെ കാമദേവ പൂജയുമായി ബന്ധപ്പെട്ട്, അതുപോലെ നമ്മളെ അമ്പലപ്പറമ്പുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഈഴച്ചെമ്പകം. ഈഴെന്ന് പറഞ്ഞാൽ സിലോണിനെ സൂചിപ്പിക്കുന്ന വാക്കാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ചെമ്പകപ്പാല, അലരി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്ലുമേറിയ എന്നുള്ള ജീനസും ചാൾസ് പ്ലൂമിയർ എന്ന പേരുള്ള 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ബോട്ടണിസ്റ്റും ഫ്രഞ്ച് സന്യാസിയുമായിരുന്നു. അദ്ദേഹം നന്നായിട്ട് സ്കെച്ച് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് പ്ലുമേറിയ എന്നുള്ള പേര് ഇതിന് നൽകിയിരിക്കുന്നത്. റൂബ്ര നമുക്കറിയാം, റെഡ് എന്നുള്ള നിറത്തെ സൂചിപ്പിക്കുന്ന, അതായത് ഈ സസ്യത്തിന്റെ ഒരു സ്വഭാവത്തെ, അതിന്റെ പൂവിന്റെ നിറത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് റൂബ്ര എന്ന വാക്കാണ് സ്പീഷീസ് പേരായി നൽകിയിരിക്കുന്നത്. റൂബ്ര എന്നാണെങ്കിലും അതിന്റെ പല കളറുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത് ഈ വെളുത്ത കളറുള്ള പൂക്കളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ചുവപ്പ് നമ്മൾ പ്രത്യേകിച്ചും ഗാർഡൻ പ്ലാന്റ് ആയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്ന് കരിങ്കൂവളം. കരിങ്കൂവളം പോലുള്ള മെഴുകിൽ നിന്നൊക്കെയുള്ള പാട്ടുകളിലും കവിതകളിലും വരുന്ന കരിങ്കൂവളം അല്ലെങ്കിൽ നീലോൽപ്പലം എന്നൊക്കെ പറയുന്ന, അത് പഴയ പേര് മോണോകോറിയ വജൈനാലിസ് എന്നായിരുന്നു. ഇപ്പോഴും അതിന്റെ പേര് പോണ്ടിഡേറിയ വജൈനാലിസ് ആണ്. അത് അതിന്റെ ജീനസിന്റെ പേര് പോണ്ടിഡിറ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്. അദ്ദേഹം ബോട്ടണിയുടെ പ്രൊഫസറായിരുന്നു ഇറ്റാലിയിൽ, 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. വജൈനാലിസ് എന്ന് പറയുന്ന ഒരു ഷീത്ത് ഉള്ളത് അല്ലെങ്കിൽ ഒരു പാളി ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഈ പേര്, ഇതിന് പാളികൾ ഉണ്ടായിരിക്കും, അങ്ങനെയാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ വയലുകളിലൊക്കെ വളരെ സാധാരണമായി കാണുന്ന ഒരു ചെടിയാണ്. പിന്നെ വെൺപാല, വെട്ടുപാല, അയ്യപ്പാല എന്നൊക്കെ പറയുന്ന ഒന്നാണ് തട്ടൻ ചവണ എന്നൊക്കെ പറയും. അതിന്റെ ശാസ്ത്രീയമായ പേര് റൈറ്റിയ ടിങ്ടോറിയ. റൈറ്റിയ എന്നുള്ള ജീനസ് വില്യം റൈറ്റ് 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്കോട്ടിഷ് ബിഷഗ്വരനായിരുന്ന ഒരാളുടെ, അദ്ദേഹം ബോട്ടണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ജീനസ് അറിയപ്പെടുന്നത്, വില്യം റൈറ്റ്. അപ്പൊ വില്യം റൈറ്റിന്റെ പേരിലാണ് റൈറ്റിയ എന്നുള്ള ജീനസ് അറിയപ്പെടുന്നത്. ടിങ്ടോറിയ എന്നുള്ള വാക്ക് സ്പീഷീസിന്റെ പേര് ഡൈ സബ്സ്റ്റൻസിന്, അല്ലെങ്കിൽ ഒരു വർണ്ണവസ്തു ഉണ്ട് എന്നുള്ളതിനെ, ആ ചെടിയിൽ ഒരു ഡൈ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ടിങ്ടോറിയ എന്നുള്ളത്. നമുക്കറിയാം, ഇത് ദന്തപ്പാല എന്നൊക്കെ പറഞ്ഞ, പ്രത്യേകിച്ച് നമ്മുടെ കടിച്ചാല് പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇതിന്റെ തടിയാണ് കൂടുതലായിട്ടും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് നമുക്കറിയാം, സിറ്റി ഓഫ് ഈ നമ്മുടെ കർണാടകത്തിലുള്ള സ്ഥലം പെട്ടെന്ന് പേര് പറഞ്ഞത്, അവിടെ ഉള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കൂടുതലും ഈ ദന്തപ്പാലയുടെ തടിയാണ് ഉപയോഗിക്കുന്നത്. ചെന്നപട്ടണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ചില ചെടികളെ നിരീക്ഷിച്ചിട്ട്, ഇനി ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളെ മറ്റ് പല പേരുകളും അല്ലെങ്കിൽ മറ്റ് പല ജനുസുകളും എങ്ങനെയാണ് വരുന്നതെന്ന് അടുത്ത ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു പ്രസന്റേഷനിൽ പറയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മളൊരു ചെടിയെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ ചെടിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇപ്പോഴും നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, അല്ലെ മൊബൈലിൽ തന്നെ മാക്രോ എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സാധാരണ ക്യാമറയാണെങ്കിലും മാക്രോ ലെൻസ് ഉപയോഗിച്ചിട്ട് അതിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ, എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമുക്ക് പകർത്താൻ പറ്റും ഫോട്ടോഗ്രാഫിയിൽ. അങ്ങനെയുള്ള ഒരു സാധ്യത ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഒക്കെ അഡ്വാൻസ്ഡ് ആയ സമയത്ത്. ഇത് നമ്മളെ പശക്കായുടെ ഒരു ചിത്രമാണ്. പശക്കായുടെ എന്താ മൂത്ത ഒരു ഫ്രൂട്ട് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചള്ള് ഫ്രൂട്ട് അല്ലെങ്കിൽ ടെൻഡർ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നത്, അതിന്റെ കാസരങ്ങളുടെ എണ്ണം, പൂവിന്റെ ദളങ്ങൾ, ഇതൊക്കെ വളരെ വളരെ പ്രകടമാണ്. അതിന്റെ വലുപ്പം കൂടി ചില ആളുകളിൽ കൊടുക്കുന്നത്. ഇത് നമ്മളെ ഇന്ത്യൻ ഫ്ലോറയിലൊക്കെ DC കുമാർ ഈ ഫ്ലോറ എന്ന പേരിൽ പോസ്റ്റ് ഇടുന്ന, FBയിൽ വളരെ സജീവമായി പോസ്റ്റ് ഇടുന്ന അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് ചിത്രങ്ങൾ നമുക്ക് FBയിൽ കാണാൻ വേണ്ടി. അതിൽ നിന്നെടുത്ത 2 ചിത്രങ്ങളാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന് ഇത് എൽബീസിയ ലെബക്ക് എന്ന് പറയുന്ന നമ്മുടെ നെന്മേനി വാഗ. പല ആളുകളും നെന്മേനി വാഗയായിട്ട് മറ്റ് വാഗ സ്പീഷീസിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. എൽബീസിയുടെ കുറെ ജനുസുകൾ, കുറെ സ്പീഷീസുകൾ നമുക്ക് കാണാം. അതിൽ ഇതുപോലുള്ള കൃത്യമായിട്ട് ഒരു ക്രീം കളർ അല്ലെങ്കിൽ വൈറ്റിഷ് കളർ ഉള്ള സ്റ്റേമൻസ് ഉള്ള പൂക്കളാണ് കൂടുതൽ കാണുന്നത്. അതിന്റെ ഒരു ക്ലോസ് അപ്പ് ചിത്രമാണ്. അതിന്റെ പുഷ്പ എന്താ
മുണ്ടമഞ്ചരി എന്നൊക്കെ പറയും, നമ്മുടെ തൊട്ടവാടിയുടെ ഒക്കെ ഉള്ള തരത്തിലുള്ള ഒരു പൂക്കൊലയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉള്ള ഒരു സസ്യമാണ്. അതിന്റെ ഇലകൾ നമുക്കുണ്ട്, ലീഫ് പാരി പെന്നേറ്റ് ലീഫാണ് ഇതിനുണ്ട് നമുക്കറിയാം. അപ്പൊ അതിന്റെ വിന്യാസം അങ്ങനെയാണ്, ഇലകളുടെ വിന്യാസം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ സസ്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, ബോട്ടണിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ശാസ്ത്ര നാമങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ശാസ്ത്ര നാമത്തിന്റെ എറ്റിമോളജി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത്, അതിന്റെ ഡെറിവേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി രസകരമായിരിക്കും, എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ ചില വിട്ടുപോയ ചില സൂചനകൾ കൂടി പറയാം. ഇലകളുടെ ചില സ്വഭാവത്തെ പറ്റിയുള്ളത് ഞാനത് വേറെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ ഹാബിറ്റുമായി ബന്ധപ്പെട്ടിട്ട് പല ചെടികളുടെയും സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിൽ ഇപ്പോ പാറ്റൻസ് എന്നുള്ള ഹാമേലിയ പാറ്റൻസ് എന്ന് പറയുന്ന ഒരു സസ്യമാണ്, നമ്മളെ വിടരാപ്പൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പാറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ആണ്, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ള. പ്രോഗംബൻസ് എന്ന് പറയും, ജസ്റ്റീഷ്യ പ്രോഗംബൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയുണ്ട്, പ്രോഗംബന്റ് ആയിട്ട്. അതുപോലെ എഴുന്നു നിൽക്കുന്ന പ്രോസ്ട്രേറ്റ്, അങ്ങനെയുള്ള റിപ്പൻസ്, ക്രീപ്പിംഗ്, അങ്ങനെയുള്ള ഒരുപാട് വിശേഷണ പദങ്ങൾ സ്പീഷീസ് പദങ്ങളായിട്ട് അല്ലെ സ്പീഷീസ് പേരുകളായിട്ടുണ്ട്. ഇറക്റ്റസ് എന്നുള്ളത് എഴുന്നു നിൽക്കുന്നത്, ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പെർക്കേറ്റസ് എന്നുള്ള വാക്ക്, പോർട്ട്. അപ്പൊ അങ്ങനെയുള്ള ഹാബിറ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹാബിറ്റാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള ചില വാക്കുകളാണ്. ലിത്തോഫിലസ് എന്ന് പറയുന്ന റോക്ക് ലവിങ്, പാറ സ്ഥലത്ത് കാണുന്നത് അല്ലെ പാറയുടെ മേലെ കൂടെ. ലിറ്ററാലിസ് നമുക്കറിയാം, ചില ചെടികളുടെ പേര് അവസാനം ലിറ്ററാലിസ്. അപ്പൊ അത് ആ ലിറ്ററാലിസിന്റെ പേര് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത് കടൽ തീരത്ത് കാണുന്ന ചെടികളാണ്. അതുപോലെ മാരിറ്റിമസ് അല്ലെ മാരിറ്റൈമ എന്നൊക്കെയുള്ള പേരുകൾ കാണാം, അത് കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടൽ തീരത്ത് കാണുന്ന. മൊണ്ടാന അല്ലെങ്കിൽ മൊണ്ടാനസ്, പ്ലക്കോപ്ഷ്യ മൊണ്ടാന എന്ന് പറയുന്ന ഭയങ്കര എന്ന് പറയുന്ന ചെടി, അത് മൊണ്ടാനസ് മീൻസ് സീൻ ഇൻ മൗണ്ടൻസ്, പർവ്വത പ്രദേശങ്ങളിൽ കാണുന്നത്. അതുപോലെ ആൾട്ടിസിമ, വൈറ്റക്സ് ആൾട്ടിസിമ, മയിലുള്ളിൽ പറയുന്ന പേര് വൈറ്റക്സ് ആൾട്ടിസിമ എന്നാണ്. അപ്പോൾ ആൾട്ടിസിമ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്നത്. മോണ്ടിക്കോള എന്ന് പറയുന്നത് മൗണ്ടനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. അതുപോലെ കളറിനെ സൂചിപ്പിക്കുന്ന ആൽബ നമുക്കറിയാം, ആൽബ എന്നുള്ള വൈറ്റിനെ സൂചിപ്പിക്കുന്നു. കോക്സിനിയ റെഡ്, കോക്സിനിയ എന്നുള്ള റെഡിനെ സൂചിപ്പിക്കുന്നു. റോബ്രൈം റെഡ്, നൈഗ്ര, പൈപ്പർ നൈഗ്രം എന്ന് പറയുന്ന കറുത്ത ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിനെ ആ പേര് വരുന്നത് നൈഗ്ര എന്നുള്ള. ലൂട്ടിയ എന്ന് പറയുന്നത് മഞ്ഞയെ സൂചിപ്പിക്കുന്നത്. ഫ്ലേവസൻസ് എന്നുള്ള വാക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ യെലോവിനെ സൂചിപ്പിക്കും. ഓറിയ എന്ന് പറയുന്നത് ഗോൾഡൻ കളറിനെ സൂചിപ്പിക്കുന്നതാണ്. യൂട്രിക്കുലറിയ ഓറിയ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കെട്ടുകളിൽ കാണുന്ന സ്വർണ്ണ കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അപ്പൊ അതിന് ആ പേര് വരുന്നത് ഓറിയ എന്നുള്ള ഗോൾഡിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അതുപോലെ വൈറൻസ്, വൈറഡിസ്, വിരഡെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പച്ചയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പം അമരാന്തസ് വൈറഡിസ്, നമ്മുടെ പച്ചച്ചീര അല്ലെങ്കിൽ കുപ്പച്ചീര എന്നൊക്കെ പറയുന്ന വന്യമായി വളരുന്ന, നമ്മൾ നട്ടുവളർത്താത്ത രീതിയിൽ വളരുന്ന ചീരയുടെ പേരാണ്. പിന്നെ ചില അതുപോലെ തന്നെ ഹാബിറ്റാറ്റിന് അക്വാറ്റിക്ക എന്നുള്ള പേര് നമ്മൾ പറയാറുണ്ട്. ആൽപിനസ് എന്നുള്ള പേര്, അങ്ങനെയുള്ള കുറെ പേരുകൾ പറയുന്നുണ്ട്. പാലിസ്റ്റിക്സ് എന്ന് പറയുന്ന ചതുപ്പുകളിൽ കാണുന്ന. അതുപോലെ ചില സറ്റൈവസ്, നമ്മളറിയാം സറ്റൈവസ് എന്നുള്ള വാക്ക്. സറ്റൈവ, ഒറൈസ സറ്റൈവ എന്നുള്ളത്, ഒറൈസ എന്നുള്ള വാക്ക് തമിഴിലുള്ള അരശി എന്ന വാക്കിന്റെ ലാറ്റിൻ രൂപമാണ്. അപ്പൊ സറ്റൈവസ് എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റഡ്, ഒറൈസ സറ്റൈവ എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെ കൃഷി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സറ്റൈവ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ സിൽവാറ്റിക്ക അല്ലെ സിൽവസ്ട്രിസ് എന്നൊക്കെ പറയും. നമുക്ക് ജിംനിമ സിൽവസ്ട്രേ, പഞ്ചാരക്കൊല്ലി, ചക്കരക്കൊല്ലിക്കൊക്കെ പറയുന്ന പേരാണ്. അതിന്റെ അർത്ഥം അത് വനപ്രദേശത്ത് വളരുന്ന, കാടുകളിൽ വളരുന്നതാണ്. സിൽവാറ്റിക്ക എന്ന് പറയുന്നത് കാടുകളിൽ വളരുന്ന, അങ്ങനെയുള്ള ഹാബിറ്റാറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. പിന്നെ ഇലകളുടെ സ്വഭാവം, അതും കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. ലാറ്റിഫോളിയ എന്ന് പറഞ്ഞാൽ
വീതിയുള്ള ഇലകളുള്ളത്. ലോഞ്ചിഫോളിയ നീളമുള്ള ഇല. ആൾട്ടർനിഫോളിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആൾട്ടർനേറ്റ് അറേഞ്ച്മുള്ള ഒറ്റ ഇലയായിട്ടുള്ള ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇലയോട് കൂടി. ഒബ്റ്റ്യൂസിഫോളിയ ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ഇല. പാർവിഫോളിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഇലകൾ. പെൽറ്റേറ്റ എന്ന് പറഞ്ഞത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഉപ്പിലയുടെ ഒക്കെ ഇലകൾ പരിചയപോലുണ്ട്. ട്രൈഫോളിയ അല്ലെ ട്രൈഫോളിയേറ്റ 3 ഇലകളോട് കൂടി. അപ്പം പിന്നേറ്റ എന്ന് പറഞ്ഞ പേരും നമുക്ക് സുഖം, പിന്നേറ്റ ലീഫുള്ളത്. അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോ ബാക്കിയുള്ള എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികം സാങ്കേതികമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആണ് ഞാൻ സംസാരിക്കാൻ ഇനി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ ഈ പ്രസന്റേഷൻ അല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിച്ചിട്ട് അടുത്ത കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള കുറച്ചും കൂടി സാങ്കേതികമായി സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അടുത്തത്. അതിന് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ അതിനൊരു പ്രചോദനമാകും എന്ന രീതിയിലാണ് ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക.